ഇന്നത്തെ വീഡിയോ ആരോഗ്യത്തെക്കുറിച്ചാട്ടോ. അതായത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പോലെ തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെയും നമുക്ക് കണക്കാക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയാവോ? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം പലർക്കും സംഭവിക്കുന്നത് എന്നാണെന്നറിയാവോ? അതാദ്യം പറയാം. പലർക്കും സംഭവിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നമുക്ക് അവിടെ വേദന, ഇവിടെ വേദന, കാല് വേദന, കൈവേദന, മുട്ടുവേദന എന്നിങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ അതിനെ താലോലിച്ചുകൊണ്ടിരിക്കരുത്. അതൊക്കെ പൊക്കോളും, ഇച്ചിരി കഴിയുമ്പോൾ പൊക്കോളും. ചിലർക്ക് പറയും സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ ആ വേദനയെല്ലാം അങ്ങ് പോവും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇല്ലേ? നമ്മൾ അതിനെ താലോലിക്കാതിരിക്കുക, നമ്മളതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക. ഇനി വലിയ വലിയ പ്രശ്നങ്ങളാണെങ്കിൽ നമ്മളത് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. എങ്കിലും നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ അങ്ങോട്ട് അവോയ്ഡ് ചെയ്തേക്കുക. നമുക്ക് അസുഖങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രോഗികളായിത്തീരും. നമുക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നിടത്തിരുന്ന് ഉറങ്ങിപ്പോകാനും നമുക്കൊരു വല്ലായികയും ഒക്കെ തോന്നാൻ തുടങ്ങും ഇല്ലേ? അപ്പം നമ്മൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ക്ഷീണം നമ്മളിലേക്ക് ആവാഹിച്ച് കൊണ്ടുവരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ നമ്മളൊരു രാവിലെ എണീറ്റ് വെള്ളം കുടിക്കുമ്പോൾ പോലും ദൈവത്തിന് അന്ന് തന്ന ഈ വെള്ളം കുടിക്കാനുള്ള അനുഗ്രഹം തന്നതിന് നന്ദി പറഞ്ഞ് നമ്മൾ കുടിക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴാണേലും നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മുടെ മക്കൾക്കും ഭർത്താവിനും നമുക്കും ആരോഗ്യവും ദീർഘായുസ്സും എല്ലാ സൗഭാഗ്യങ്ങളും തരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ പഴകിയതും ഒത്തിരി ദിവസം ഫ്രിഡ്ജിലിരുന്നുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതേപോലെ നമ്മൾക്ക് അന്നന്ന് വേണ്ടുന്ന ആഹാരം നമുക്ക് ഒരു എന്നാ പറയണ ഒരു തടസ്സവും കൂടാതെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, അതിന് നമ്മൾ നന്ദി പറയുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇന്നൊരു നല്ല ദിവസം തന്നതിന് നമ്മൾ നന്ദി പറയുക. കുടിക്കുന്ന വെള്ളത്തിലും ധാരാളം വെള്ളങ്ങൾ കുടിക്കുക. ആ കുടിക്കുന്ന വെള്ളത്തിനും നന്ദി പറയുക. കാരണം പ്രകൃതിയുടെ തെളിനീരാണ് നമുക്ക് കുടിക്കാൻ കിട്ടുന്നത് അല്ലേ? പണ്ടൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ മിനറൽ വാട്ടർ മേടിക്കുന്ന അവസ്ഥയിലേക്ക് ആയില്ലേ ജനങ്ങൾ? അപ്പം നമുക്ക് അത് കാശ് കൊടുക്കാതെ നമ്മുടെ മുമ്പിൽ കിട്ടുന്നതിന് നമ്മൾ നന്ദിയല്ലേ പറയേണ്ടത്? നമുക്കിഷ്ടം പോലെ വെള്ളം നമ്മുടെ മുമ്പസ്ഥ കിട്ടുന്നു, അതിന് നന്ദി പറയുക. ഇപ്പോൾ എന്തെല്ലാം സൈസ് വെള്ളമാണല്ലേ മേടിക്കാൻ കിട്ടുന്നത്. അപ്പം അതൊന്നുമില്ലാതെ നല്ലൊരു വെള്ളം നമുക്ക് കുടിക്കാൻ കിട്ടുന്നത്, തിളപ്പിക്കാതെ പോലും കിണർ വെള്ളം കിട്ടുന്നതൊക്കെ ഭാഗ്യമല്ലേ? അപ്പം അതിനും നന്ദി പറയുക. കൃഷി ചെയ്ത് നമുക്ക് ഒരു പച്ചമുളക് കിട്ടിയുള്ളെങ്കിലും അതിന് ദൈവത്തിന് നന്ദി പറയുക. നമുക്ക് എന്ത് കിട്ടിയാലും അതിനൊക്കെ നന്ദികൾ പറഞ്ഞ് നമ്മളത് കഴിക്കുക. അതേപോലെ നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, നല്ല ജീവിത സാഹചര്യങ്ങൾ എല്ലാത്തിനും നന്ദി പറയുക. പിന്നെ എന്തിനാണ് നമ്മൾ ഈ രോഗങ്ങളെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നത്? ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അതിനെ വിട്ടുകളയുക. ചെറിയ ചെറിയ പൊടിക്കൈകളിൽ കൂടെ അത് ഭേദമാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഹോസ്പിറ്റലൊന്നും പോകാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ രോഗികളായി മാറുകയേ ഉള്ളൂ. കാരണം വലിയ വലിയ അസുഖങ്ങളാണെങ്കിൽ മാത്രമേ, അതായത് നമ്മൾ ചികിത്സിച്ചിട്ടും പോകാത്ത അസുഖങ്ങളാണെങ്കിൽ മാത്രമേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാവുള്ളൂ. അല്ലെങ്കിലുണ്ടല്ലോ ആവശ്യമില്ലാത്ത മരുന്നുകൾ തന്നും ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടി നമ്മൾ രോഗികളാകുകയും ചെയ്യും. അതേപോലെ ഈ പ്രകൃതിയിലുള്ള ഓരോന്നിനെ കണ്ട് ആസ്വദിക്കുക, പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക. അത് മലയിൽ പോകാൻ പറ്റുമെങ്കിൽ മലയിൽ പോവുക, വെള്ളത്തിൽ ചാടാൻ പറ്റുമെങ്കിൽ വെള്ളത്തിൽ ചാടുക, പ്രകൃതി ഭംഗി കാണാൻ പറ്റുമെങ്കിൽ കാണുക. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പുറത്തേക്ക് പോയി സൂര്യനെയും ഒക്കെ കാണുക. സന്ധ്യയ്ക്കാണെങ്കിലും നമ്മൾ പുറത്തോടെയൊക്കെ നടന്ന് ചന്ദ്രനെയും ഒക്കെ കാണുക. നമുക്ക് കാണാൻ പറ്റുന്ന ഈ പ്രകൃതിയുടെ ഭംഗികളൊക്കെ കണ്ടു നോക്കിക്കേ, നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. അതേപോലെ നന്നായിട്ട് നടക്കണവരെ കാണുമ്പോൾ മോശമായി ചിന്തിക്കാതിരിക്കുക. നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് എനർജി, അവർക്ക് ഇതേ നല്ല രസമുണ്ടില്ലേ എന്ന്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണാൻ പോയി കഴിയുമ്പം ആ കാണുന്ന കാഴ്ചകൾ നമ്മൾ കണ്ട് ആസ്വദിച്ച ശേഷം മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലാവും. പക്ഷേ ആ കേൾക്കുന്നവർ അതിനെ നെഗറ്റീവായിട്ട് ഇവർക്ക് കാശുള്ളതുകൊണ്ട് ഇവർ പോയി അങ്ങനെയൊക്കെ പറയാതെ ആ പറയുന്നവർ രസമായിരുന്നു ഇല്ലേ, എങ്ങനെയുണ്ടായിരുന്നു പോയി കണ്ടിട്ട് എന്നിങ്ങനെ ചോദിക്കാവുള്ളൂ. അല്ലാതെ അതിനൊരു നെഗറ്റീവ് വശം എടുത്തിടരുത്. അതേപോലെ നമ്മളൊരു നല്ല വസ്ത്രം ധരിച്ചിട്ട് മറ്റുള്ള എങ്ങനെയുണ്ട്, നല്ലതാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അങ്ങനെയല്ല പറഞ്ഞാൽ നല്ലതാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ആ സന്തോഷം അത് നമുക്കൊരു എനർജി ആയിട്ട് നമ്മളിലേക്ക് പാസ് ചെയ്തു വരുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കി അവരുണ്ടാക്കി തന്നു കഴിയുമ്പോൾ നമ്മൾ പറയണം നല്ല ഭക്ഷണം കേട്ടോ എന്നിങ്ങനെ പറയുമ്പം
ആ ഉണ്ടാക്കി തന്നവർക്കും ആ വിളമ്പി തന്നവർക്കുമുള്ള സന്തോഷം വേറെ, അത് നമുക്കൊരു അനുഗ്രഹമായിട്ട് നമ്മളിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനൊന്ന് ശ്രമിച്ചു നോക്കി, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. അല്ലാതെ എല്ലാ കാര്യങ്ങളും, ഒരു ഭക്ഷണ സാധനം ഉണ്ടാക്കി തന്നാൽ പോലും ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറ്റം പറയുന്ന സ്വഭാവം നമ്മൾ നിർത്തുക. ഒരു വസ്ത്രധാരണം കണ്ടിട്ട് കുറ്റം പറയുന്ന സ്വഭാവം മോശമാണെങ്കിൽ നമ്മൾ ഓർക്കൂലേ, മോശം വസ്ത്രധാരണമാണെങ്കിൽ നമുക്ക് പറയണ്ടേ എന്ന് ചിന്തിക്കും. മോശം വസ്ത്രധാരണമാണെങ്കിൽ നമുക്ക് പറയാം, ഈ കീറലോ തുന്നലോ ഒക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് പറയാം, അതും കൂടെ മൂടിയിരിക്കുമായിരുന്നേ നല്ലതായിരുന്നു എന്നിങ്ങനെ പറയാം. അല്ലാതെ നമ്മൾ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. നമ്മളിലേക്കൊരു അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെ, നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മുടെ ഉള്ളിലുള്ള ദൈവമുണ്ട്, മറ്റുള്ളവരുടെ ഉള്ളിലും അതുപോലെ തന്നെ ഒരു ആത്മാവുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. എല്ലാവരുടെയും ഉള്ളിൽ ദൈവ ചൈതന്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മളെ ദൈവത്തെ തന്നെയല്ലേ വേദനിപ്പിക്കുന്നത്. അതുകൊണ്ട് ആരെയും മോശക്കാരായിട്ടിരിക്കാൻ, ആരെയും മോശക്കാരായി ചിത്രീകരിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. മറ്റുള്ളവരെ കുറ്റം പറയണടുത്ത് നമ്മൾ പരമാവധി ഒഴിവാകണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നമ്മൾ ഫോൺ വിളിച്ചാണേലും അല്ലാതെയായി മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാതിരിക്കുക, അത് കേൾക്കാൻ പോകാതിരിക്കുക. നമ്മൾ നമ്മുടെ വീടുകളിൽ ഒതുങ്ങിയിരിക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നല്ല കോമഡികൾ കാണുക, നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്യുക. നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിലും കീറിയതും പറഞ്ഞതുമായ ഡ്രസ്സുകൾ ഉപയോഗിക്കാതിരിക്കുക, അത് തുന്നിയിടണം. ഒരു ഉടുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കീറിയതുണ്ടെങ്കിൽ നമ്മളത് തുന്നി ഉപയോഗിക്കുക. അല്ലാണ്ട് പുതിയത് മേടിക്കണം എന്നല്ല പറയണേ, അത് കീറിയിട്ടൊന്നും നടക്കാതിരിക്കുക. അപ്പം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹിന്ദു വിശ്വാസപ്രകാരമാണ് മഹാലക്ഷ്മി നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. അപ്പം നല്ല തുന്നിയൊക്കെ ഇടാൻ ശ്രമിക്കുക. കൈകാലുകളിലൊക്കെ നല്ല എന്നാന്ന് പറയണേ, എന്തെങ്കിലും സാധനങ്ങളൊക്കെ പുരട്ടിയൊക്കെ നല്ല സൂക്ഷിച്ചു വെക്കുക. സന്തോഷവതികളായിട്ടും ആണുങ്ങളാണേലും സന്തോഷവന്മാരായിട്ടും ഇരിക്കാൻ ശ്രമിക്കുക. പരമാവധി ചിരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരാഴ്ച ചിരിച്ച് സംസാരിക്കുമ്പോഴത്തേനും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു മാറ്റം ഉണ്ടാകും. നമ്മൾ പിന്നെ സ്വാഭാവികമായിട്ടും ചിരിച്ചേ സംസാരിക്കുകയുള്ളൂ, ഇല്ലേ? അങ്ങനെ ഏത് ദൈവത്തെയാണ് വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ ചുമ്മാ ഇരിക്കുന്ന സമയം നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. അപ്പോൾ നമ്മുടെ മക്കളിലും അതിൻ്റെ ആ വൈബ് ഉണ്ടാകും. പോവുകയാണെങ്കിൽ പരമാവധി എല്ലാവരുടെയും കൂടി അത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ചിലരുണ്ട് കേട്ടോ, എവിടെയെങ്കിലും പോകുമ്പോൾ കുറച്ച് മാറിയിരിക്കുന്നവരുണ്ട്. ഞാനില്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ വരുന്നില്ല എന്ന് പറയും. അങ്ങനെ ഇരിക്കാതെ നമ്മളും ആ കൂടിയേക്കുക. നമുക്ക് പറ്റില്ലായിരിക്കാം, എങ്കിലും ആ കൂടെ പോയി ഒരു വെള്ളത്തിൽ ചാടുവാണെങ്കിൽ കാലെങ്കിലും വെള്ളത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കില്ലേ? അല്ലെങ്കിൽ ഒരു മല കയറാൻ പോവുക, ഒരു കുറച്ച് നേരമെങ്കിലും കയറാൻ ശ്രമിക്കുക. നമുക്ക് പറ്റുന്ന പോലെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ എല്ലാവരുടെയും കൂടെ നമ്മൾ എൻജോയ് ചെയ്ത് നോക്കി, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. അതിനുള്ള സാമ്പത്തികവും നമുക്ക് ഉണ്ടായി വരും. നമ്മളില്ല, നമുക്ക് സാധിക്കില്ല എന്ന് പറയുമ്പം അത് നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ഓറയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എല്ലാ മനുഷ്യരും ഉണ്ടത്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. അത് ഉറപ്പായ കാര്യമാണ്. പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് കുറേശ്ശെ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. കൊച്ചു കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ പിന്നെ വലിയ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. കൊച്ചു സമ്പാദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി നോക്കി നമുക്ക് വലിയ സമ്പാദ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കും. ഉറപ്പായ കാര്യങ്ങളാണ്. നമ്മൾ ഓർത്ത് നോക്കി, അയൽക്കൂട്ടം പോലുള്ള സംവിധാനങ്ങളിൽ സ്ത്രീകൾ, അതായത് ഒരു മൈക്രോ ഫൈനാൻസ് അല്ലേ അയൽക്കൂട്ടം പോലുള്ള സാധനങ്ങൾ, അതിനകത്ത് ചിട്ടികൾ ലോൺ എടുത്ത സ്ത്രീകൾ ആദ്യമൊക്കെ കുഞ്ഞു കമ്മലുകൾ മേടിച്ച സ്ത്രീകളുണ്ട്. പിന്നീട് അവർ അഭിമാനത്തോടു കൂടി ഊണുമേശ പോലുള്ള സാധനങ്ങൾ ഇച്ചിരിയോടെ മേടിച്ചു. പിന്നെ അടുത്ത പ്രാവശ്യത്തെ അവർ ചിട്ടി കൂടിയപ്പം മക്കളുടെ ഫീസ് കൊടുത്തു. പിന്നെ അടുത്ത പ്രാവശ്യം അവർ മിക്സിയായി. അങ്ങനെ ഓരോ സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അവർ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഞാൻ മേടിച്ചതാട്ടോ, ഇത് ഞാൻ അയൽക്കൂട്ടത്തിൽ ചിട്ടിയിൽ നിന്ന് മേടിച്ചാട്ടോ എന്നിങ്ങനെ പറയുന്ന ആ പാവ സ്ത്രീകൾ, അന്ന് മിണ്ടാതെ വീടുകളിൽ കൂടെ ഇരുന്ന സ്ത്രീകളാണ് ഇന്ന് അയൽക്കൂട്ടം പോലുള്ള പരിപാടികളിൽ വന്നിട്ട് വാ തോരാതെ അവർ ചെയ്ത സമ്പാദ്യത്തെക്കുറിച്ചും അവരുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമ്മൾ ഓർക്കണം, എന്ത് മാറ്റങ്ങൾ വരുന്നുണ്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള. ഒരു ചെറിയ സമ്പാദ്യം നമ്മുടെ കയ്യിലുണ്ടാകുമ്പോഴത്തേനും നമ്മളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണത്. അപ്പം നമ്മളും ഇങ്ങനെ ഓരോ കൊച്ചു സമ്പാദ്യങ്ങൾ തുടങ്ങി വെക്കുക എന്തെങ്കിലുമായിട്ട്. ഈ അയൽക്കൂട്ടം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കൂടാവുന്ന സാധനമാണ്. അതിന് സാമ്പത്തികമായ വേർതിരിവൊന്നുമില്ല. എല്ലാവർക്കും കൂടെ ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാർ തമ്മിൽ കൂടുന്നതല്ലേ. അങ്ങനെയുള്ള ഇതിലോ അല്ലെങ്കിൽ ഒരു ചിട്ടിയിലോ എങ്കിലുമൊക്കെ കൂടി നമ്മളൊരു ചെറിയ സമ്പാദ്യമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനുണ്ട് നമുക്കൊരു കോൺഫിഡൻസ് കൂടും. ഓണച്ചിട്ടി, ക്രിസ്മസ് ചിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില നാടുകളിലുണ്ട് 10,000 രൂപയുടെയൊക്കെ ചിട്ടികളൊക്കെ ഉണ്ട്, കുഞ്ഞു ചിട്ടികൾ സ്ത്രീകൾ നടത്തുന്നത്. എങ്ങനെയൊക്കെ കൂടുമ്പോഴത്തേനും ഭയങ്കര കോൺഫിഡൻസ് ആവും നമുക്ക്, ഇല്ലേ? നമുക്കൊരു എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുമ്പോൾ അതിലേക്കൊക്കെ നിക്ഷേപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയല്ലേ.
അതുകൊണ്ട് തുണി മേടിക്കുമോ, അതുകൊണ്ട് പിള്ളേരുടെ ഫീസ് കൊടുക്കുമോ, അതുകൊണ്ട് എന്തെങ്കിലും സാധനം മേടിക്കുമോ ഒക്കെ ചെയ്യുക. പിന്നെ അനാവശ്യമായിട്ട് ഒത്തിരി ചിലവാക്കാതെ നമ്മൾ സൂക്ഷിക്കാതെ സമ്പാദിക്കുകയും കൂടെ ചെയ്യുക. അനാവശ്യമായിട്ട് നമ്മൾ പോകാതിരിക്കുക, അതാണ് നമുക്ക് നല്ലതല്ലേ. അപ്പം നമ്മുടെ ഈ സമ്പാദ്യം ഉണ്ടാകും. ഒത്തിരി ആഡംബരത്തിന് പോകണമെന്ന അല്ല, നമ്മൾ ദൂരത്തിന് പോകരുത്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം മേടിക്കുക, ബാക്കി പൈസ സേവ് ചെയ്തേ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നേ. ഒരു വർഷം കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം മാറ്റിമറിയും. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. അങ്ങനെയൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പശുവിനെ വളർത്തും, ആടിനെ വളർത്തും, കോഴീനെ വളർത്തിയും ഒക്കെ എത്രയോ പേര് നല്ല നിലയിലാവുന്നുണ്ട്. എനിക്കറിയാവുന്ന സ്ത്രീകളുണ്ട് കോഴി വളർത്തണം, ഞാൻ പറഞ്ഞില്ലേ, ആടിനെ വളർത്തുന്നവർ. അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്വയം തൊഴിൽ ചുമ്മാ ഇരിക്കുന്ന വീട്ടമ്മമാർ ചെയ്യുക. ജോലിക്ക് പോകണവർ അവർ പിന്നെ പോട്ടെ, അവർക്ക് പണിയുണ്ടല്ലോ. അല്ലാത്തവർ എന്തെങ്കിലുമൊക്കെ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ജീവിതം മാറും. പിന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. പഴകിയതും പുഴുകിയതും ചീഞ്ഞതുമായ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുക. ഒത്തിരി ദിവസം ഫ്രിഡ്ജിലൊന്നും വെച്ച് കഴിക്കാതിരിക്കുക. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മെഡിറ്റേഷൻ യോഗയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഈ പഴകിയ ഫുഡുകൾ കഴിച്ചാൽ നമ്മുടെ മുഖത്ത്, നമ്മുടെ ശരീരത്തിന് തന്നെ അത് കാണാൻ സാധിക്കും. അതിൻ്റേതായൊരു നെഗറ്റീവ് എനർജി നമ്മളിലുണ്ടാകും. അതുകൊണ്ട് പഴകിയ ഭക്ഷണം ഏറ്റവും നല്ലത്. നമുക്ക് വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ വൈകുന്നേരത്തെ ഫുഡുണ്ട്, രാവിലത്തെ ഫുഡ് കഴിച്ചു, വൈകുന്നേരത്തെ അങ്ങനെ ഉച്ചക്കത്തേക്കും കൂടെ ഉള്ളത് കഴിച്ചു, അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അതിനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ദിവസത്തേനുള്ള ഫുഡേ നമ്മൾ ഉണ്ടാക്കാവുള്ളൂ. അത് പിന്നെ മിച്ചം വരാത്ത രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കളയാൻ ശ്രമിക്കേണ്ട, മിച്ചം വരാത്ത രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ദിവസങ്ങളോളം വെച്ച് കഴിക്കുന്ന നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റിക്കളയുക. പിന്നെ വെള്ളമാണെങ്കിലും എന്താണെങ്കിലും ദൈവത്തിന് നന്ദി പറഞ്ഞ് ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം മാറ്റിമറിയുന്നത്. നമ്മളിലേക്ക് അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും, ഉറപ്പായ കാര്യമാണ്. നമ്മളെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമെന്നേ. മെഡിറ്റേഷനൊക്കെ ഒരു പാടുമില്ല ചെയ്യാൻ. രാജയോഗ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത്. അതൊക്കെ ചെയ്യാൻ ശീലിക്കുകയാണെങ്കിൽ അതൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. രാജയോഗ മെഡിറ്റേഷൻ, ബ്രഹ്മകുമാരീസിൻ്റെയൊക്കെ. അതൊക്കെ നമ്മൾ കണ്ടിട്ട് അതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ എന്ത് നല്ല പവർ ഉള്ള യോഗയാണെന്നറിയാവോ, മെഡിറ്റേഷനാണെന്നറിയാവോ. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. യോഗയൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. ചെറിയ എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ഒന്ന് ഇങ്ങനെ എന്താ പറയണ, എല്ലാ ജോയിൻസിനെയും ഒന്ന് ഇളക്കിപ്പെറുക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാട്ടോ. കൈയും കാലാണെങ്കിലും കഴുത്താണെങ്കിലും കണ്ണാണെങ്കിലും ഒക്കെ നമുക്കപ്പോൾ പെട്ടെന്നൊന്നും അവയവങ്ങളിലൊന്നും അസുഖങ്ങളൊന്നും കയറി പിടിക്കാതിരിക്കും. കൈവേദനയൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ കൈ ഇങ്ങനെ ഇരുന്ന് സ്റ്റക്കായിട്ടിരിക്കണതുകൊണ്ടാണ്. അപ്പോൾ കൈയൊക്കെ ഒന്ന് ഇങ്ങനെ ഇട്ട് ഇളക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഇട്ട് തിരിക്കുകയൊക്കെ ചെയ്യില്ലേ, അങ്ങനെയൊക്കെ തിരിക്കുകയൊക്കെ ചെയ്യുക. കണ്ണൊക്കെ ഇങ്ങനെ ഇട്ട്, ഈ കഥകളിക്കാരുടെ കണ്ണുകൾ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ ഇട്ട് വട്ടം കറക്കുകയൊക്കെ ചെയ്യുന്നത്. കണ്ണിന് എക്സസൈസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ മാറ്റിക്കൊണ്ട് വരുന്നതൊക്കെ നമുക്ക് നല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമുക്ക് നടക്കണമെങ്കിൽ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുക. ഒരു വെള്ളം കുടിക്കുമ്പോൾ പോലും നമ്മൾ ദൈവത്തെ വിചാരിച്ച് അന്നന്ന് തരുന്ന ഭക്ഷണത്തിനൊക്കെ നന്ദി പറഞ്ഞ് നമ്മൾ കഴിച്ചു നോക്കി. അതൊരു അട്രാക്ഷനാണ്. ലോ ഓഫ് അട്രാക്ഷൻ്റെ വേറൊരു മോഡലാണ്. ഭക്ഷണ സാധനങ്ങളാണെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലേ, റേഷനാണെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, ചോറാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ ഷുഗറുള്ളവർ ഈ കാർബോഹൈഡ്രേറ്റ് അധികമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അതിന് പകരം പഴങ്ങളോ ഗോതമ്പൊന്നും കഴിച്ചിട്ട് ഒരു പ്രയോജനമില്ല കേട്ടോ. റാഗി പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഷുഗറൊക്കെ കുറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിനൊരു മാറ്റങ്ങളുണ്ടാകും. ഷുഗർ ക്ഷീണം ഉണ്ടാക്കുന്നതൊക്കെ ഷുഗറാട്ടോ, കാർബോഹൈഡ്രേറ്റാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ എക്സസൈസും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മാറ്റം ഉണ്ടാകും. അപ്പം ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റില്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.